വ്യാസൻ മടങ്ങിപ്പോയതിനു ശേഷം ധൃതരാഷ്ട്ര മഹാരാജാവ് ഏറെ നേരം തൻ്റെ പുത്രന്മാരെപ്പറ്റി ആലോചിച്ച് ദുഃഖിതനായി ഇരുന്നു. അതിനുശേഷം സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, നിനക്ക് വ്യാസദേവൻ ദിവ്യദൃഷ്ടിയും സർവജ്ഞാനവും അനുഗ്രഹിച്ചു തന്നുവല്ലോ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യോദ്ധാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ രാജ്യങ്ങളെപ്പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെപ്പറ്റിയുമൊക്കെ വിവരിച്ച് കേൾക്കുവാൻ എനിക്കാഗ്രഹമുണ്ട് സഞ്ജയ. താങ്കൾ എല്ലാം വിശദമായി പറഞ്ഞാലും ഞാൻ കേൾക്കട്ടെ. ധൃതരാഷ്ട്രരുടെ വാക്കുകൾ കേട്ട് സഞ്ജയൻ പറഞ്ഞു തുടങ്ങി. മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഭാരതത്തിലെ പർവ്വതങ്ങളെക്കുറിച്ചും ദ്വീപുകൾ മുതലായവയെക്കുറിച്ചുമൊക്കെ സഞ്ജയൻ പറഞ്ഞു തുടങ്ങി. എല്ലാ ദേശങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രങ്ങളും പ്രാധാന്യങ്ങളുമൊക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നു. എല്ലാം ശ്രദ്ധയോടെ തന്നെ അദ്ദേഹം കേട്ടിരുന്നു. പിന്നെയും മനസമാധാനമില്ലാതെ യുദ്ധത്തെപ്പറ്റിയും യുദ്ധത്തിൽ തങ്ങൾക്ക് സംഭവിക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുമൊക്കെ ധൃതരാഷ്ട്ര മഹാരാജാവ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു.